പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടേത് പുതിയൊരു വിഷയമാണ്. നമുക്ക് നോക്കാം. ടോപ്പോ തടാകത്തിന്റെ ഒരു വശത്തായിരുന്നു ഇന്നലെ നാം ഉണ്ടായിരുന്നത്. തടാകത്തിന്റെ മറ്റൊരു തീരം തേടിയാണ് ഇന്ന് നാം പോകുന്നത്. നമ്മോടൊപ്പം ഇന്നലെ ഉണ്ടായിരുന്ന നൗഫലും കുടുംബവും നമ്മെ മറ്റൊരു വാഹനത്തിൽ അനുഗമിക്കുന്നുണ്ട്. ടോപ്പോ നഗരത്തിലൂടെ നമ്മൾ ടോപ്പോ തടാകത്തിന്റെ മറ്റേ ആ തീരം തേടി യാത്രയാവുകയാണ്. വെള്ളത്തിലിറങ്ങാനും തുഴയാനും നീന്താനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ടോപ്പോ തടാകവും അതിൻ്റെ ചക്രവാള കാഴ്ചകളും അതിൻ്റെ മുന്നിലും പിന്നിലും ഒരുക്കിയിരിക്കുന്ന സസ്യജാലങ്ങളും മനോഹരമായൊരു കാഴ്ച തന്നെയാണ് സഞ്ചാരികൾക്ക് ഒരുക്കുന്നത്. ഈ ഒരു ആംബിയൻസാണ് സഞ്ചാരികളെയും സന്ദർശകരെയും അവിടേക്ക് ആകർഷിക്കുന്നത്. നീന്താനും സവാരി ചെയ്യാനും ധാരാളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. നമ്മളിതാ തടാകത്തിൻ്റെ തീരത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അവിടെ ടെൻ്റ് അടിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിലെ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇവിടെയാണ് നാം ഉദ്ദേശിക്കുന്ന ആ കായൽ തീരം. തടാകത്തിന് നടുവിലായി ചെറിയൊരു ദ്വീപ് കാണാം. സസ്യജാലങ്ങളൊക്കെ ഉള്ള ഒരു ദ്വീപാണ്. ഇതാ ഇവിടെ ഒരു മരമുണ്ട്. ഇതിൻ്റെ തണലിലാണ് നമ്മൾ ടെൻ്റ് ഉണ്ടാക്കുന്നത്. നൗഫലിൻ്റെ കീഴിലാണ് നമ്മൾ ഭക്ഷണം നിർമ്മിക്കുന്നത്. അദ്ദേഹം നല്ലൊരു ഷെഫ് കൂടിയാണ്. ടൂറിസ്റ്റുകൾ അധികം എത്തിച്ചേർന്നിട്ടില്ല. ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ 2 ടെൻ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു ടെൻ്റ് ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്തതിനുള്ള പണിയിലാണ്. കുട്ടികളടക്കമുള്ള യാത്രാ സംഘത്തിന് ഒരു പുതിയ നവോന്മേഷം കൈവന്നിരിക്കുന്നു. ഓരോയിടത്തായി കലാപരിപാടികൾ ഓരോന്നായി അരങ്ങേറുകയാണ്. ചിലർ ചോറും കറിയും തയ്യാറാക്കുന്നു. മറ്റു ചിലർ ബോട്ടും നൗകയും തയ്യാറാക്കുന്നു. ഇതിലെല്ലാം ഓൾറൗണ്ടറായി നൗഫലുണ്ട്. രണ്ടാമത്തെ ടെൻറ്റും ഇവിടെ ഉയർന്നു കഴിഞ്ഞു. ജസ്കി പിന്നിൽ ഘടിപ്പിച്ച് പോകുന്ന ഞങ്ങളുടെ ടയോട്ട വാഹനമാണിത്. ഇത് നൗഫലിൻ്റെ കാറാണ്. കായലിൽ യാത്ര ചെയ്യാനായുള്ള ജസ്കി ബോട്ടാണ് ഇത്. 2 പേർ ഇതിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. 2 പേർക്കിരുന്ന് തുഴയാവുന്ന ഒരു കയാക്കിംഗ് ബോട്ടുമായി ഫൈസൽ ഭായിയും കുടുംബവും ഉടനെ എത്തിച്ചേരുന്നുണ്ട്. ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡിലെ ടോപ്പോ അഗ്നിപർവ്വതത്തിൻ്റെ കാൽഡറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ കറുത്ത തടാകമാണ് ടോപ്പോ തടാകം. തടാകത്തിൻ്റെ വടക്കുകിഴക്കൻ തീരത്ത് ഒരു ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ടോപ്പോ പട്ടണത്തിൻ്റെ പേരാണ് ഈ തടാകത്തിനുള്ളത്.
വഞ്ചിത കായലിലേക്ക് ഇറക്കി തുഴയൽ ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ. ന്യൂസിലാൻഡിൻ്റെ വടക്കേ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടോപ്പോ സിറ്റി മുതൽ ഉറാങ്കി വരെ വ്യാപിച്ചു കിടക്കുന്നു ഈ തടാകം. 616 ചതുരശ്ര കിലോമീറ്റർ, അതായത് 238 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ന്യൂസിലാൻഡിലെ ഉപരിതല വിസ്തീർണമനുസരിച്ച് ഏറ്റവും വലിയ തടാകമാണ് ടോപ്പോ തടാകം. കൂടാതെ പാപ്പുവ ന്യൂഗിനിയ തടാകത്തിന് ശേഷം ജിയോ പൊളിറ്റിക്കൽ ഓഷ്യാനിയയിലെ ഉപരിതല വിസ്തീർണമനുസരിച്ച് രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകമാണിത്. തടാകത്തിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്താണ് മൊട്ടുതൈക്കോത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ജസ്കീതയുടെ കായലിലിറക്കി കലാപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. തടാകത്തിൽ ചില പ്രശ്നകീടങ്ങളുണ്ട്. ക്യാറ്റ്ഫിഷ് 1985 മുതൽ കണ്ടെത്തിയിട്ടുണ്ട്. ശുദ്ധജല ഒച്ചുകൾ, ക്യൂറ, ബുള്ളി, സ്മെൽ എന്നിവയെ ഭക്ഷിക്കുന്നതിനാൽ ക്യാറ്റ്ഫിഷ് ഒരു ഭീഷണിയാണ്. മാത്രമല്ല ഇവ ജുവനൈൽ ട്രൗട്ടിനെ കൂടി ആക്രമിക്കുമെന്ന് പറയപ്പെടുന്നു. ഓക്സിജൻ കള, ഹോൺവീഡ്, ഹോൺവേർട്ട് എന്നിവയും തടാകത്തിൽ വളരുന്ന പ്രശ്ന കളകളാണ്. നിരവധി അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായാണ് ടോപ്പോ തടാകം രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പുതിയത് ഏകദേശം 1800 വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 60 ക്യൂബിക് കിലോമീറ്റർ മണ്ണും പാറയും ചളിയും പൊട്ടിത്തെറിച്ച് ഒരു വലിയ ഗർത്തം സംജാതമായി. മുപ്പതിലധികം നദികളും അരുവികളും തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ഇവയെല്ലാം കൂടിച്ചേർന്ന് വൈക്കാട്ടോ നദി ഒരൊറ്റ ഔട്ട്ലെറ്റായി ഒഴുകുകയാണ്. തടാകത്തിൻ്റെ മുഴുവൻ പേര് ടാപ്പോനി ഏറ്റിയ എന്നാണ്. അതിൻ്റെ അർത്ഥം ടിയായുടെ വലിയ മേലങ്കി എന്നാണ്. തടാകം കണ്ടെത്തിയ മികച്ച യുദ്ധവീരാളികളിൽ ഒരാളായ ടിയയുടെ പേരിലാണ് തടാകം അറിയപ്പെടുന്നത്. ടാവോപ്പോ തടാകത്തിന് 30 കിലോമീറ്റർ വീതിയും 40 കിലോമീറ്റർ നീളവുമുണ്ട്. തടാകത്തിൻ്റെ ആഴം ഏകദേശം 160 മീറ്ററാണ്. 59 ക്യൂബിക് കിലോമീറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 355.85 മീറ്ററിനും പരമാവധി 357.2 മീറ്ററിനും ഇടയിലാണ് വിസ്തൃതി. തടാകത്തിൻ്റെ 5 ഇരട്ടി വലിപ്പമുണ്ട് അതിൻ്റെ വൃഷ്ടിപ്രദേശത്തിന്. തടാകം ഉൾപ്പെടെ മുഴുവൻ ടോപ്പോ തടാകത്തിൻ്റെ വൃഷ്ടിപ്രദേശവും അടക്കം 3487 ചതുരശ്ര കിലോമീറ്ററാണ്. വൈക്കാട്ടോ മേഖലയുടെ 14% ടോപ്പോ തടാകം. നിരവധി സസ്യജാലങ്ങളുടെയും കുറഞ്ഞത് 31 ഇനം ജലപക്ഷികളുടെയും തദ്ദേശവും പരിചിതവുമായ നിരവധി മത്സ്യങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഇത്. ജസ്കിയിലെ കലാപരിപാടികൾ അനുസ്യൂതം തുടരുകയാണ് ഇവിടെ. തടാകത്തിൽ ആൽഗകളുടെ അളവ് കുറവായതുകൊണ്ടായിരിക്കാം ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടറാണ്. അതുകൊണ്ട് തന്നെ അലിഞ്ഞു ചേർന്ന ഓക്സിജന്റെ അളവിൽ ഗണ്യമായ കുറവുമില്ല. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമാണ് ടോപ്പോ പ്രദേശം.
ഒരു ബോട്ടോ കയാക്കോ എടുത്ത് ടോപ്പോ തടാകത്തിൻ്റെ ആളൊഴിഞ്ഞ കവറുകൾക്കും ബീച്ചുകൾക്കും ചുറ്റും യാത്ര ചെയ്യുക എന്നത് അവിസ്മരണീയമായിരിക്കും. മെയിൻ ബേയിലെ സങ്കീർണമായ മാവോറി റോക്ക് കൊത്തുപണികൾ സന്ദർശിക്കുക എന്നത് അതിലേറെ നയനാനന്ദകരമായിരിക്കും. ജലയാത്രയിലൂടെ മാത്രമേ ഇവിടെ എത്തിച്ചേരാനാവൂ. ജലനൗകയുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫൈസൽ സാഹിബും കുടുംബവും നമ്മോട് യാത്ര പറയുകയാണ്. ചാനലോ KM കാസിം വെബ്സൈറ്റ് നമ്മുടെ ചാനലിനെ പറ്റി അന്വേഷിക്കുകയാണ് അദ്ദേഹം. അധികം താമസിയാതെ ടോപ്പോ തടാകത്തിനോട് വിട പറഞ്ഞ് ഞങ്ങളും യാത്രയാവുകയാണ്. ടോപ്പോ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു പ്രകൃതി രമണീയമായ താഴ്വാര കാഴ്ചകൾ. ഒന്ന് കാണാം നമുക്ക്. കാറ്റ് ആഞ്ഞടിക്കുകയാണ് ഇവിടെ. അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. പ്രകൃതി രമണീയമായ കുന്നിൻ ചെരുവുകളും താഴ്വാരങ്ങളും, നീലയും വെള്ളയും വിരിച്ച ആകാശ പരവതാനി, ക്യാമറകൾക്ക് ഈ സൗന്ദര്യം ഒപ്പിയെടുക്കാനാവില്ലെന്ന് തോന്നുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.